ഈ മാസത്തിൽ കാരുണ്യത്തിന്റെ ഗ്രന്ഥം അവതരിപ്പിച്ച് തന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞ ഉടനെ അവൻ പറഞ്ഞതാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്കൊരിക്കലും ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നില്ല. മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, മതത്തിൽ ഒരു വിഷമവും അല്ലാഹു നിങ്ങളുടെ മേൽ നിശ്ചയിച്ചിട്ടില്ല. കണ്ടോ? അപ്പൊ എല്ലാം കൊണ്ടും സുഹൃത്തുക്കളെ, നാം ഈ മാസത്തെ കാരുണ്യത്തിന്റെ മാസമായി കാണുന്നത്, ഈ മാസത്തിൽ അവതീർണമായ ഗ്രന്ഥം, ഈ ഗ്രന്ഥം ആദ്യമായി അവതരിപ്പിച്ചു കൊടുക്കപ്പെട്ട ആ മഹനീയമായ കരുണവറ്റാത്ത കാരുണ്യത്തിന്റെ കേന്ദ്രമായ റഹ്മത്തുൽ ആലമീനായി അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ലോകത്തിന്റെ മുമ്പാകെ വിവരിച്ചു തന്നിട്ടുള്ള ഇസ്ലാമികമായ നിയമങ്ങൾ, ഈ ഒരു മഹനീയമായ മാസത്തെക്കുറിച്ച് നമ്മുടെ ഓർമ്മകളിൽ ഇതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ, നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ടത്, അല്ലാഹുവിന്റെ കാരുണ്യമാണല്ലോ ഈ ഗ്രന്ഥം, ഈ മഹനീയമായ ഗ്രന്ഥം. അല്ലാഹു നമുക്ക് കനിഞ്ഞരുളിത്തന്ന റഹ്മത്തിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തോട് നമ്മൾ കൂറുപാലിക്കുന്നുണ്ടോ? എന്തിനാണ് സുഹൃത്തുക്കളെ അല്ലാഹു നമുക്ക് ഈ റഹ്മത്ത് ഇറക്കി തന്നത്? ഈ റഹ്മത്ത് റബ്ബ് നമുക്ക് തന്നതെന്തിനാണ്? ഇത് കേവലം ഓതി വെച്ച് മടക്കി വെക്കാനുള്ളതാണോ? പരിശുദ്ധമായ ഗ്രന്ഥത്തോട് മുസ്ലിമേ, ഹുദല്ലിന്നാസ്, മാനവരാശിക്ക് മുഴുവനും വഴി കാണിക്കുന്ന ഗ്രന്ഥം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഗ്രന്ഥമാകുന്ന ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് അത് വഴി കാണിക്കുന്നു. ഏത് വിഷയം എടുത്തു നോക്കിയാലും ഏറ്റവും ചൊവ്വായ മാർഗമേതോ അതിലേക്ക് ഈ ഗ്രന്ഥം വഴി കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തോട് നമുക്ക് 5 കടപ്പാടുകളുണ്ട്. എന്റെ സുഹൃത്തുക്കൾ, എന്റെ സഹോദരീ സഹോദരങ്ങൾ, ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് മുഴുവനും പറയാനുള്ളത്, ഈ മാസത്തിൽ നിങ്ങളത് വളരെ കൃത്യമായി ഓർത്തുവെക്കണം. 5 കടമകൾ ഈ ഗ്രന്ഥത്തോട് നമുക്കുണ്ട്. ഒന്ന്, തിലാവത്ത്. ഈ ഗ്രന്ഥം നമ്മൾ പാരായണം ചെയ്യാൻ ആദ്യം പഠിക്കണം, പാരായണം ചെയ്യാൻ അറിയണം. അറബി ഭാഷയുടെ പ്രത്യേകത, അത് പാരായണത്തിനുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. രണ്ടാമത് വേണ്ടത് ഈ അതുകൊണ്ടും തീർന്നില്ല. പാരായണം പഠിച്ചോ, കഴിയുന്നത്ര ഒരാൾ മനഃപ്പാഠമാക്കി. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ അത് മനസ്സിലാകണം, ഫഹ്മ് വേണം. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയണം. അറിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് തദബ്ബുർ, അവൻ ചിന്തിക്കണം. അഞ്ചാമതായി ഇതൊക്കെയും ഉണ്ടായാലും പോരാ. ഖുർആൻ, ഈ ഗ്രന്ഥം ഒരാൾ വായിക്കുന്നു, അത് മനഃപ്പാഠമാക്കുന്നു, അതിന്റെ അർത്ഥം പഠിക്കുന്നു, അതിലെ ആശയങ്ങളെ അവൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. അഞ്ചാമത് പറയുന്നത് പ്രധാനമാണ്, അമൽ. ഇതനുസരിച്ച് അമൽ ചെയ്യണം, ഇതനുസരിച്ച് അമൽ ചെയ്യണം. ഖുർആൻ ഓതിയിട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. സുഹൃത്തുക്കളെ, ഏത് നിലക്ക് അതിനോട് ബന്ധപ്പെട്ടാലും അല്ലാഹു അതിലൂടെ നമുക്ക് റഹ്മത്താണ് ചൊരിഞ്ഞു തരുന്നത്. ഈ ഗ്രന്ഥത്തിന്റെ പാരായണം, പഠനം, ചർച്ച, ഇതിനുവേണ്ടി നിങ്ങളൊരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്നത്, അതേ, ഈ മജ്‌ലിസ് എത്ര അനുഗ്രഹീതമാണ്. ഇതുപോലെയുള്ള സദസ്സുകൾ എത്രയെത്ര അനുഗ്രഹീതമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ ഗ്രന്ഥമതാ അവന്റെ ഭവനത്തിലാകുമ്പോൾ ഏറ്റവും പുണ്യമായി. അവന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ ജനങ്ങളതാ ഒരുമിച്ച് കൂടുന്നു. യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് അവർ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, അവർക്കിടയിൽ അതിനെക്കുറിച്ച് പഠനം നടക്കുന്നു, ഖുർആൻ പഠിക്കുന്നു. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അവരിൽ ശാന്തി ഇറങ്ങും. വഗശിയതുഹുമുർ റഹ്മ, കാരുണ്യം അവരെ ആവരണം ചെയ്യുന്നതാണ്. വഹഫത്തുഹുമുൽ മലായിക, കരുണയുടെ മലക്കുകൾ അവരെ പൊതിയുന്നതാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹു അവന്റെ സദസ്സിൽ ഈ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് വളരെ പ്രശംസിച്ച് സംസാരിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ഗ്രന്ഥമാകുന്ന കാരുണ്യം, അത് ശരിക്ക് പഠിക്കാൻ, അതിന്റെ ആശയം മനസ്സിലാക്കാൻ, അതിലേക്ക് മടങ്ങാൻ. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുര്യോഗം എന്താണ്?
ഈ ഗ്രന്ഥത്തിന്റെ ആളുകൾക്ക് ഈ ഗ്രന്ഥത്തിലുള്ളതാണെന്നറിയില്ല. നല്ലൊരു തലമുറ ഈ ഗ്രന്ഥത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് എന്ന് പോലും അറിയാതെ 114 അധ്യായങ്ങളാൽ വിവരിക്കപ്പെട്ട് കിടക്കുന്ന ഈ ഗ്രന്ഥം എന്താണതിൽ പറഞ്ഞ ആശയങ്ങളെന്ന് ഏകദേശ ധാരണ പോലുമില്ലാതെ ആളുകൾ മരണപ്പെട്ടുപോയി. കൂരിരുട്ടിലായിക്കൊണ്ട് കുറെ സമൂഹം കഴിച്ചുകൂട്ടി. അവരുടെ കയ്യിൽ നല്ല തെളിച്ചമാർന്ന പ്രകാശമുണ്ടായിരുന്നു. പക്ഷേ അവർ പഠിച്ചില്ല, കെട്ടിപ്പൂട്ടി മാറ്റിവെച്ചു. അതിന്റെ അർത്ഥത്തെക്കുറിച്ചോ ആശയത്തെക്കുറിച്ചോ ചിന്തിച്ചില്ല. അതുകൊണ്ട് കരുണാവാരിധിയായ റബ്ബ് കരുണയായിക്കൊണ്ട് നമുക്ക് ഇറക്കിത്തന്ന ഈ റഹ്മത്തിന് പുറങ്കാലുകൊണ്ട് തട്ടിക്കളയല്ല. ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചോളണം, ചിന്തിച്ചോളണം, ജീവിതത്തിൽ അത് നന്നായി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം, തെറ്റിദ്ധാരണകൾ അകറ്റണം. കാരണം ഖുർആനിലുള്ളത് എന്താണെന്ന് മുസ്ലിമിന് പോലും അറിയാതെയായപ്പോ പലരും ആ രംഗത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രയോഗങ്ങളുമായി കടന്നു വന്നു. ഖുർആനിൽ ഇങ്ങനെയുണ്ട്, ഖുർആനിൽ അങ്ങനെയുണ്ട് എന്ന് പലപ്പോഴും അതിന്റെ ശത്രുക്കൾ, അതിനോട് ശത്രുത വെക്കുന്ന ആളുകൾ പറഞ്ഞത് കേട്ടാണ് പല അമുസ്ലിം സഹോദരങ്ങളും ഖുർആനിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് പല രാജ്യങ്ങളിലും ഖുർആനിന്റെ കോപ്പികൾ പരസ്യമായി കത്തിക്കപ്പെട്ടു. എന്താ കാരണം? ഇതൊരു തീവ്രവാദത്തിന്റെ ബോംബാണ്, ഇതൊരു തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണ്, ഇതൊരു ഭീകരവാദം പഠിപ്പിക്കുന്ന സന്ദേശമടങ്ങുന്ന ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കി പലരും തെറ്റിദ്ധരിച്ചു, ഇതിനെക്കുറിച്ച് മോശമായി സംസാരിച്ചു. എന്നാൽ സഹോദര, കാരുണ്യത്തിന്റെ ഈ മാസത്തിൽ കാരുണ്യത്തിന്റെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം നമ്മുടെ ഖൽബുകളിൽ നിറഞ്ഞുകൊണ്ട് സമൂഹത്തിന് ആ വെളിച്ചം എത്തിക്കണേ. അതാണ് എനിക്ക് ഈ നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അത് കൈമോശം വന്നതാണ്, അതിന്റെ പഠനത്തിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോയതാണ്, അതിനെ അവഗണിച്ചതാണ് എല്ലാ രൂപത്തിലുള്ള പരാജയങ്ങളുടെയും അധപ്പതനങ്ങളുടെയും കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പ്രിയമുള്ളവരെ, കാരുണ്യത്തിന്റെ പ്രവാചകനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭീകരവാദിയായിരുന്നില്ല, അവിടുന്ന് തീവ്രവാദിയായിരുന്നില്ല, ഒരാളെയും അവിടുന്ന് നോവിച്ചിട്ടില്ല. സ്ത്രീ ലംബടൻ എന്ന് പറയുന്നത് പോയിട്ട് അന്യായമായിക്കൊണ്ട് ഒരു നാരിയുടെ, ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് പോലും അവിടുത്തെ കണ്ണെടുത്ത് ആശ വെച്ചവിടുന്ന് നോക്കിയിട്ടില്ല. മറിച്ച് വ്യഭിചാരമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹത്തോട് അതേ ദൃഷ്ടികൾ താഴ്ത്തൂ, ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഓതിക്കൊടുത്തപ്പോൾ ആ രൂപത്തിലുള്ള കൽപ്പനകളെ ശിരസാവഹിച്ച ഒരു സമൂഹത്തെ കൺകുളിർക്കെ കണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്ത് നിന്ന് വഫാത്തായി വിട പറഞ്ഞു പോയിട്ടുള്ളത്. അത്രക്കും സമൂഹത്തിന്റെ മുമ്പിൽ കരുണയുടെ നിയമങ്ങൾ പഠിപ്പിച്ച നേതാവാണ്. അവിടുന്ന് എല്ലാവരോടും കരുണയാണ് കാണിച്ചിട്ടുള്ളത്. അവിടുന്ന് പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ സമൂഹത്തോട് കേവലം ഓതി കേൾപ്പിച്ചു തരിക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് ഖുർആൻ ഇങ്ങനെ കേവലം അങ്ങ് ഓതിക്കേൽപ്പിച്ച് ഇത് നിങ്ങൾക്കിഷ്ടം പോലെ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ അനാഥമാക്കി വിട്ടിട്ടില്ല. മറിച്ച് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടിയുണ്ട്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. അതേ നബിയേ, താങ്കൾക്ക് ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതീർണമായതെന്തോ അത് കൃത്യമായി നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാകുന്നു. ആ നിലക്കാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ഈ ഗ്രന്ഥം അവിടെ അല്ലാഹു വഹി അനുസരിച്ചുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തന്നു. ഇതിൽ ഒരു നിയമങ്ങളും പ്രിയമുള്ളവരെ കരുണക്കെതിരല്ല. ഖുർആനിലെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആരോട് ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ള ഒരു മറുപടിയുണ്ട്. സംഘർഷം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് മനുഷ്യന്മാർ. സമാധാനമില്ലായ്മയാണ് ഇന്നിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ആരോട് ചോദിച്ചാലും സൗകര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു, എന്തോ മനസ്സിനൊരു സുഖമില്ല. ഇങ്ങനെ മനസ്സുഖമില്ലായ്മ, സമാധാനമില്ലായ്മയാണ് ഇന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാഹു എന്താണ് ഇതിന് പരിഹാരം പറയുന്നത്? എന്താണ് മനുഷ്യ, എന്താണ് നിന്റെ മനസ്സിന്റെ പ്രശ്നം? എന്താണ് നിന്റെ ആവലാതിയുടെ പ്രശ്നം? സമൂഹത്തിൽ പലരെയും കാണുമ്പോൾ നീ ഇല്ലാത്തവനാണെന്ന് തോന്നുന്നുവോ?
നിനക്ക് പലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവോ? നിനക്കൊരുപാട് അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻളുറൂ ഇലാ മൻ ലാ തൻളുറൂ ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങളുടെ മീതെയുള്ളവരിലേക്ക് നോക്കരുത്, നിങ്ങളെക്കാൾ സൗകര്യമുള്ളവരിലേക്ക് നോക്കരുത്. വലാകിൻ ഉൻളുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ. നിങ്ങളുടെ എത്ര സൗകര്യങ്ങളില്ലാത്ത, ആരോഗ്യമില്ലാത്ത, സമ്പത്തില്ലാത്ത, സജ്ജീകരണങ്ങളില്ലാത്ത ആളുകളിലേക്ക് നോക്കൂ. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹ് നിങ്ങളോട് ചെയ്ത കാരുണ്യം, അല്ലാഹ് നിങ്ങളോട് ചെയ്ത അനുഗ്രഹങ്ങളുടെ വലിപ്പം നിങ്ങൾക്ക് ചെറുതായി തോന്നാതിരിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവരെ നോക്കിക്കോ. ഇതാണ് ഇന്ന് ആളുകളുടെ പ്രശ്നം. ആരും മേലോട്ടാ നോക്കുന്നത്, തന്നേക്കാൾ കഴിവ് കൂടിയവരിലേക്കാ നോക്കുന്നത്. അപ്പൊ തനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, ഭക്ഷണത്തിന്റെ രുചി കുറയുന്നു, പ്രയാസങ്ങൾ തോന്നുന്നു. വേവലാതിയും ആവലാൽ ഭയപ്പെടും. നിർത്തും. അള്ളാനെ ശരിക്ക് ഓർത്ത് അവന്റെ അർത്ഥത്തെക്കുറിച്ചോ ആശയത്തെക്കുറിച്ചോ ചിന്തിക്കും. ആശ്വാസം ഏത് നിയമങ്ങളിലാവട്ടെ, അള്ള പറഞ്ഞ നിയമത്തിൽ നിന്ന് വിടുമ്പോഴാണ് മനുഷ്യൻ പ്രയാസപ്പെടുന്നത്. അള്ള കൽപ്പിച്ചിട്ടുള്ള നിയമങ്ങളിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ മനസ്സ് അടങ്ങും, അവന്റെ മനസ്സ് ശാന്തിയിലെത്തും. അതിനേറ്റവും കൂടുതൽ അള്ളാഹു അവനെ പഠിപ്പിച്ചത് നീ എന്ത് കാര്യവും എന്നിൽ തവക്കുലാക്കിക്കോ എന്നാണ്. കാരണം നമുക്ക് എന്ത് ചെയ്തു തരാനും കഴിവുള്ളവൻ അല്ല മാത്രമാണ്. നമുക്ക് എന്ത് നിഅമത്തുകൾ കിട്ടുന്നുണ്ടോ? എവിടുന്നാണ് സുഹൃത്തെ? വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് മുഴുവനും അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാകുന്നു. അള്ളാന്റെ അടുക്കൽ നിന്നാണ് എന്തും കിട്ടുന്നത്. എന്തും തരുന്നത് അവനാണ്, എന്തും തരാതെ മുടക്കുന്നതും അവനാണ്. അതുകൊണ്ട് തരുന്നത് അവനാണ്, മുടക്കുന്നതും അവനാണെങ്കിൽ മറ്റൊരാളോടും അതിനെ സംബന്ധിച്ച് പരിഭവിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യേണ്ടതില്ല. കാരണം മുസ്ലിം എന്താണ് ആശ്വസിക്കുന്നത്? ഞാനെന്തിന് ആത്മഹത്യ ചെയ്യണം? ഞാനെന്തിന് നിരാശപ്പെടണം? എനിക്ക് എന്റെ റബ്ബ് നിശ്ചയിച്ചത് ഒട്ടും ഒരാൾ കണ്ടും കുറയുകയില്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയുന്നവരില്ല, നീ മുടക്കിയത് നൽകുന്നവരുമില്ല. അല്ല നൽകിയത് തടുക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അല്ല തരണ്ടാന്ന് വിചാരിച്ചത് മുടക്കാനും ഒരാളെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് കൃത്യമായ തവക്കുൽ, എനിക്കല്ല മതി, എന്നെ സഹായിക്കാൻ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, ഞാൻ അവനിലാണ് തവക്കുലാക്കുന്നത്, അവനെ എന്നെ രക്ഷിക്കാൻ കഴിയൂ, അവനെ എന്നെ രക്ഷപ്പെടുത്താൻ മാത്രമേ എവിടെ വെച്ച് ഞാൻ വിളിച്ചാലും എന്നെ കാണാൻ കഴിയുകയുള്ളൂ, അവന് മാത്രമേ എന്റെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം എന്റെ നാഥൻ സമീഅ്, എല്ലാം കേൾക്കുന്നവനാണ്. ഏത് ഭാഷയിൽ വിളിച്ചാലും എന്റെ നാഥന് മനസ്സിലാകും. അങ്ങനെ എല്ലാ ഭാഷയിൽ വിളിച്ചാൽ മനസ്സിലാകുന്ന ഒരു ശക്തി ആരാ ലോകത്തുള്ളത്? ആരുമില്ല. എവിടെ നിന്ന് വിളിച്ചാലും എന്റെ നാഥൻ എന്നെ കേൾക്കും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഏത് സമയത്ത് വിളിച്ചാലും ഉറങ്ങാതെ മയങ്ങാതെ ക്ഷീണമനുഭവപ്പെടാതെ എല്ലാവരെയും ഒരുപോലെ കാണാനും കേൾക്കാനും 1000 ജനങ്ങൾ 1000 ആവശ്യത്തിന് 1000 സ്ഥലങ്ങളിൽ വെച്ച് 1000 സമയങ്ങളിൽ 1000 കാര്യങ്ങൾക്ക് വേണ്ടി റബ്ബിനോട്